പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ പാദപീഠത്തിലിരുന്ന് തിരുമുഖത്തേക്ക് നോക്കി അവിടുന്ന് നമുക്ക് പറഞ്ഞു തരുന്ന മാധുര്യമേറിയ സ്വർഗീയ വചസ്സുകളെ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങി അതിനാൽ ആനന്ദമനുഭവിപ്പാനും സംതൃപ്തരാകുവാനും നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന സർവ്വവല്ലഭനായ പൊന്നു തമ്പുരാന് നമുക്ക് നന്ദി കരേറ്റാം. ഇന്ന് നാം ദൈവസന്നിധിയിൽ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക വിഷയം നിങ്ങളുമൊത്ത് ചർച്ച ചെയ്യണമെന്ന് ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ ബോധ്യം തന്നിരിക്കുന്നു. നമ്മൾ ഈ ലോകത്ത് ഒരുപാട് ആളുകളെ ഭാഗ്യവാന്മാർ എന്ന് വിളിക്കാറുണ്ട്. പല കാരണങ്ങളാണ് ആളുകൾ ഭാഗ്യവാന്മാരെന്ന് വിളിക്കപ്പെടാനിട വരുത്തുന്നത്. നമ്മൾ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നവരൊക്കെ ലോകപ്രകാരം എന്തെങ്കിലും നേടിയവരോ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിൽ എത്തിയവരോ ഒക്കെയാണ്. ഇപ്പോൾ നമ്മളങ്ങനെ ചിന്തിച്ചു വന്നാൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നല്ല മാർക്ക് വാങ്ങി അല്ലെങ്കിൽ മുഴുവൻ മാർക്കും വാങ്ങി ഉന്നതമായൊരു വിജയം നേടിയാൽ ആ കുഞ്ഞിനെക്കുറിച്ച് ആളുകൾ പറയും, നീ ഭാഗ്യവാനാണ്, നിനക്ക് ഉന്നതമായ വിജയം കിട്ടിയല്ലോ, അല്ലെങ്കിൽ നിനക്ക് 1ാം റാങ്ക് കിട്ടിയല്ലോ, നീ പഠിക്കുന്ന സ്ഥാപനത്തിൽ നീ 1ാമനായല്ലോ, നീ ഭാഗ്യവാൻ. ഇനി അത് കഴിയുമ്പോൾ അടുത്ത പ്രതീക്ഷിക്കുന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടിയാൽ ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയും, നീ ഭാഗ്യവാനാണ്, നീ പ്രതീക്ഷിച്ചതുപോലെ നിനക്ക് അഡ്മിഷൻ കിട്ടിയല്ലോ. കിട്ടിയില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ നിർഭാഗ്യം, അത് കിട്ടിയില്ല എന്നും പറയും. എൻട്രൻസ് എഴുതിയ കുഞ്ഞുങ്ങൾക്ക് ഉയർന്ന റാങ്ക് ലഭിക്കുകയും അതിനാൽ അവർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അനുകൂലമായി ഫീസിളവോടെ അഡ്മിഷൻ കിട്ടുകയും ചെയ്താൽ പറയും ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി. കിട്ടാത്തവരെ നിർഭാഗ്യവാനെന്നും നിർഭാഗ്യവതി എന്നും പറയും. നിർഭാഗ്യാവശാൽ എനിക്കത് കിട്ടിയില്ല എന്നാണ് പലപ്പോഴും പറയുക. ദൈവമക്കളെ, അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിദ്യാഭ്യാസമൊക്കെ കഴിയുമ്പോൾ ക്യാമ്പസ് ഇൻ്റർവ്യൂവിലൂടെ ജോലി കിട്ടിയാൽ ഉടനെ പറയും ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ്. കാരണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലിക്ക് വിളിക്കപ്പെട്ടല്ലോ, ജോലി ലഭിച്ചല്ലോ എന്ന ബോധം. ഇനി ആ ജോലിയിൽ പ്രതീക്ഷിക്കുന്നതിന് മുൻപ് പ്രൊമോഷൻ കിട്ടിയാൽ അപ്പോഴും പറയും ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന്. ആഗ്രഹിച്ചതുപോലെ ഒരു വിവാഹം മനോഹരമായി നടത്തപ്പെട്ടാൽ അല്ലെങ്കിൽ ആഗ്രഹിച്ച ആളെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞാൽ പറയും ഭാഗ്യവാൻ, ഭാഗ്യവതി. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പറയും നിർഭാഗ്യവാൻ എന്നും. യുവമക്കളെ, ഇനി വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം ഒരു കുഞ്ഞുണ്ടായാൽ പറയും ഭാഗ്യവാൻ. അല്പം വൈകിയാൽ പറയും നിർഭാഗ്യവാൻ. ഇനി വൈകിയാലും ചികിത്സയിലൂടെ അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയാൽ പറയും ഭാഗ്യവാൻ. കിട്ടാത്തവരെ നോക്കി പറയും നിർഭാഗ്യവാൻ, നിർഭാഗ്യവതി. പാവം, അവരെത്ര പ്രാർത്ഥിച്ചു, എത്ര ഇടങ്ങളിൽ പോയി, എന്തൊക്കെ ചെയ്തു, എന്നിട്ടും ഒരു കുഞ്ഞിനെ കിട്ടിയില്ലല്ലോ, നിർഭാഗ്യം എന്നേ പറയാനുള്ളൂ. ദൈവമക്കളെ, വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിലോ അതിന് ശേഷമോ വിദേശത്ത് പോകാൻ വേണ്ടി IELTS പോലെയുള്ള പരീക്ഷ എഴുതി പലവട്ടം പരാജയപ്പെട്ടവരെ നോക്കി ആളുകൾ പറയും നിർഭാഗ്യവാൻ, നിർഭാഗ്യവതി. എന്നാൽ ആദ്യത്തെ ചാൻസിൽ പരീക്ഷ പാസ്സായാൽ പറയും ഭാഗ്യവാൻ, ഭാഗ്യവതി. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ലഭിക്കാൻ വേണ്ടി ചില പ്രത്യേക പരീക്ഷകൾ പാസ്സാകണം. അത് എഴുതി പാസ്സായാൽ ഇത് തന്നെ പറയും, പാസ്സായില്ലെങ്കിൽ തിരിച്ചും. ദൈവമക്കളെ, വിദേശത്ത് പോകാൻ തക്കകാലത്ത് വിസ കിട്ടിയാൽ അതിനെക്കുറിച്ചും പറയും ഭാഗ്യം. എന്നാൽ വിസ കിട്ടാതെ പോയാൽ, അതിൽ ചതിക്കപ്പെട്ടാൽ പറയും നിർഭാഗ്യം. ദൈവമക്കളെ, അതുപോലെ ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിലെ സകല സംഗതികളും ഭാഗ്യനിർഭാഗ്യങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളായി നാം വായിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. വീടുള്ളവർ ഭാഗ്യവാന്മാർ, വീടില്ലാത്തവർ നിർഭാഗ്യവാന്മാർ. അല്ലെങ്കിൽ വലിയ വീടുള്ളവർ ഭാഗ്യവാന്മാർ, ചെറിയ വീടുള്ളവർ നിർഭാഗ്യവാന്മാർ. അവസരം ലഭിച്ചവർ ഭാഗ്യവാന്മാർ, അവസരം ലഭിക്കാതെ പോയവർ നിർഭാഗ്യവാന്മാർ. ദൈവമക്കൾ, ഇങ്ങനെ പോയാൽ ലോകത്ത് എന്തുണ്ടെങ്കിലും ഉള്ളതൊക്കെ ഭാഗ്യം, ഇല്ലാത്തതൊക്കെ നിർഭാഗ്യമെന്ന് വിധിച്ചു വച്ചിട്ടുള്ളവരാണ് നമ്മൾ. അങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെയും നമ്മുടെ ചുറ്റും കാണുന്നവരെയും ഭാഗ്യവാന്മാരെന്നോ നിർഭാഗ്യവാന്മാരെന്നോ ഭാഗ്യവതികളെന്നോ നിർഭാഗ്യവതികളെന്നോ വിളിച്ചു വച്ചിരിക്കുന്നു. അങ്ങനെ നാം ഉറപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഭാഗ്യം നിർഭാഗ്യമായി മാറാൻ ഒരുപാട് സമയം വേണ്ട എന്നുള്ളതും ഈ ലോക ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്.
നിർഭാഗ്യം ഭാഗ്യമായി മാറാനും ഒരുപാട് സമയം വേണ്ട എന്നുള്ളതും നാം തിരിച്ചറിയണം. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതാരും കണക്ക് കൂട്ടാറില്ല. ഭാഗ്യവാൻ ഭാഗ്യവതി, ഭാഗ്യവാൻ ഭാഗ്യവതി എന്നൊക്കെ നിരന്തരം ചിലരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലർ അതിലിങ്ങനെ ഊറ്റം കൊള്ളുകയും അഭിമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്നായിരിക്കും എല്ലാ ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളായി മാറുന്നത്. പിന്നെ ആരും ഒന്നും മിണ്ടില്ല, നേരെ തിരിച്ചു പറയും നിർഭാഗ്യം. അതുപോലെ നിർഭാഗ്യവാൻ നിർഭാഗ്യവതി, ഭാഗ്യമില്ലാത്ത ഒരാൾ എന്നൊക്കെ ഒരാളെ ഇങ്ങനെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അല്പം നീക്കി നിർത്തുകയോ ഒക്കെ ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഒരു സാഹചര്യം ലഭിച്ചിട്ട് ഭാഗ്യം എന്ന് കയറി വരുമ്പോൾ അതുവരെ കണ്ടാൽ മിണ്ടാത്തവർ, മുഖം തിരിച്ച് നടന്നവർ, പരിചയമേ ഇല്ലെന്ന് ഭാവിച്ചവർ, പരിഹാസത്തോടെ പെരുമാറിയവർ, ഇതെല്ലാം മറന്നിട്ട് ഒരു കയറ്റമുണ്ട്. ഇപ്പോൾ ഈ ആൾക്ക് ലഭിച്ചിരിക്കുന്ന അംഗീകാരത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നയാൾ ഞാനാണെന്നൊക്കെ അയാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇല്ലാത്ത വേഷം കെട്ടി ഞെളിഞ്ഞു കയറി അവിടെ ഭാഗ്യവാൻ ഭാഗ്യവതി എല്ലാം കിട്ടിയല്ലോ, എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും ഇത് സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്ന ആളുകൾ. അങ്ങനെ ബഹുജനം പലവിധം ഭാഗ്യനിർഭാഗ്യങ്ങൾ ഇങ്ങനെ വന്നും പോയും ഇരിക്കും. ലോകപ്രകാരം പലരെയും ഭാഗ്യവാന്മാരെന്നും ഭാഗ്യവതികളെന്നും വിളിക്കുമ്പോൾ ഒരുപാട് പേരെ നിർഭാഗ്യവാന്മാരെന്നും നിർഭാഗ്യവതികളെന്നും നാം വിളിച്ച് വച്ചിരിക്കുമ്പോൾ, വിധിച്ച് വച്ചിരിക്കുമ്പോൾ ആരാണ് ഭാഗ്യവാൻ, ആരാണ് ഭാഗ്യവതി? ഈ ചോദ്യം ചോദിക്കേണ്ടത് സത്യവേദ പുസ്തകത്തോടാണ്. വിശുദ്ധ ഗ്രന്ഥം അതിൻ്റെ ഉത്തരം പറഞ്ഞു തരും. ആരാണ് ഭാഗ്യവാൻ? ഒരുപാട് ഉത്തരങ്ങൾ വിശുദ്ധ വചനം അതിന് മറുപടിയായി പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ അതൊരു പരമ്പരയായി നിങ്ങളുമൊത്ത് ചർച്ച ചെയ്യണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രബോധനം തന്നിട്ടുള്ളത്. അതിങ്ങനെ തുടങ്ങട്ടെ. ഒന്നാമത് 65-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ സങ്കീർത്തകൻ ഇങ്ങനെ പാടി: ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അവിടെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അവർ ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൂടെ ഈ ചിന്തയോട് ചേർത്ത് വെച്ചാൽ 84-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ തിരുവചനം, ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. എന്താണ് അവരുടെ ഭാഗ്യം? സങ്കീർത്തകൻ പറയുന്നു, ഞങ്ങൾ നിൻ്റെ വിശുദ്ധ മന്ദിരമായി നിൻ്റെ ആലയത്തിൽ നന്മ കൊണ്ട് തൃപ്തരാകും. ദൈവം ഒരാളെ തിരഞ്ഞെടുത്ത് ഈ ലോകത്ത് എന്ത് സാഹചര്യങ്ങളിൽ ഏത് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചാലും അവരുടെ ജീവിതത്തിൻ്റെ പര്യവസാനം അല്ലെങ്കിൽ പൂർത്തീകരണം ദൈവത്തിൻ്റെ ആലയത്തിൽ നന്മ കൊണ്ട് തൃപ്തി വരുന്ന നിലയിൽ അവരെത്തിച്ചേരുക, ദൈവ സാന്നിധ്യത്തിൽ, ദൈവ ആരാധനയിൽ, ദൈവിക പൂർണ്ണതയിൽ, ദൈവത്തിൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നതൊരു വലിയ ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ ആലയത്തിൽ ഏതെങ്കിലും വിധത്തിൽ ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്നത് മഹാഭാഗ്യമാണ്. എഫെസോസുകാർക്ക് പൗലോസ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനം പറയുന്നു, നാം ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഈ ലോകം സ്ഥാപിതമാകുന്നതിന് മുൻപ് സംഭവിച്ചിട്ടുള്ളതാണ്. ഒരു വ്യക്തി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ആ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ആ വ്യക്തിയെക്കുറിച്ച് ദൈവം സ്വപ്നങ്ങൾ കാണുന്നു. ആ വ്യക്തിക്ക് ദൈവം പദ്ധതികൾ ഒരുക്കുന്നു. ആ വ്യക്തിയെ ദൈവം നടത്തേണ്ടത് എങ്ങനെയെന്ന് നിർണയം ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും ദൈവീകമായ വിളിയും തിരഞ്ഞെടുപ്പും അറിയാത്തത് കൊണ്ടോ മനസ്സിലാക്കാത്തത് കൊണ്ടോ മനസ്സിലായിട്ടും അത് അംഗീകരിക്കാത്തത് കൊണ്ടോ ദൈവം വരച്ചു വച്ച ട്രാക്കിലൂടെ നടന്ന് ദൈവീക പദ്ധതിയെ യാഥാർത്ഥ്യമാക്കാൻ ലോകത്തൊരുപാട് പേർക്ക് മനസ്സാകുന്നില്ല. വ്യക്തി താൽപ്പര്യങ്ങൾ ഹനിക്കപ്പെടേണ്ടി വരുമെന്നുള്ളതുകൊണ്ടോ ജഡീകമോഹങ്ങൾ മാറ്റി നിർത്തേണ്ടി വരുമെന്നുള്ളതുകൊണ്ടോ
ആസ്വാദനങ്ങളോട് വിട പറയേണ്ടി വരുമെന്നുള്ളത് കൊണ്ടോ ഈ ലോക ഇമ്പങ്ങളിൽ മുഴുകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടോ ദൈവവിളി കേട്ടില്ല എന്ന് സ്വയം പറയുന്ന ആളുകൾ, ദൈവത്തിൻ്റെ മുമ്പിൽ ബധിരരെ പോലെ നിൽക്കുന്നവർ ഒരുപാട് പേർ ഈ സമൂഹത്തിലുണ്ട്. നമ്മൾ ആ കൂട്ടത്തിൽപ്പെട്ടവരാണോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് ഇപ്പോൾ ഉചിതമായിരിക്കും. ദൈവം തിരഞ്ഞെടുത്ത ആളുകളെ കൊണ്ട് ദൈവത്തിന് വലിയ പദ്ധതിയും പ്ലാനുമുണ്ട്. അപ്രകാരം ദൈവീക പദ്ധതിക്ക് സ്വയം സമർപ്പണം ചെയ്ത് ദൈവീക പദ്ധതി പ്രകാരം തൻ്റെ ജീവിതത്തിന് ധന്യത കൈവരുത്തുന്ന ഒരാളത്രേ ഭാഗ്യവാൻ. അങ്ങനെ ചെയ്യുന്നവളത്തെ ഭാഗ്യവതി എന്ന വചനം പഠിപ്പിക്കുന്നു. ദൈവത്തിനു വേണ്ടി നിൽക്കുക, ദൈവവചനമനുസരിക്കുക, ദൈവഹിതമനുസരിക്കുക, ദൈവപദ്ധതി പ്രകാരം ജീവിതം ചിട്ടപ്പെടുത്തുക, ദൈവത്തിനു വേണ്ടി ജീവിക്കുക. അതിനുവേണ്ടി ദൈവം വിളിച്ചവരൊക്കെ ഭാഗ്യമുള്ളവരാണ്. ആരെയാണ് ദൈവം വിളിക്കാത്തതെന്ന് ചോദിച്ചാൽ വിളി കേൾക്കാത്തവരൊക്കെ പറയും എന്നെ വിളിച്ചില്ലെന്ന്. എന്നാൽ നിങ്ങൾക്കറിയുമോ, സകല മനുഷ്യരെയും ദൈവം ഇപ്രകാരം വിളിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരെ പ്രതിയും ദൈവം അതിവിശിഷ്ടമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ചിലരൊക്കെ ചോദിക്കും, ചിലരുടെ ജീവിതത്തിൽ നിരന്തരം ട്രാജഡികൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന്. അത് പിന്നീട് ഒരു ചിന്തയിൽ പറഞ്ഞുകൊള്ളാം. ചിലരുടെ ജീവിതം എന്നും ആനന്ദകരമായിരിക്കുന്നത് എന്ത്? അതിനും മറുപടി ഒരുപക്ഷെ ഇതിൻ്റെ തുടർച്ചയിൽ പറയാം. ദൈവമക്കളെ തിരിച്ചറിയുക, ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് പാത്രങ്ങളാകുവാൻ ഭാഗ്യം ലഭിച്ചവർ, അതൊരു വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം നാം വിലമതിക്കണം, അത് നാം മാനിക്കണം, അത് നാം തിരിച്ചറിയണം. ഇപ്രകാരം ദൈവം തിരഞ്ഞെടുത്ത വലിയ ഭാഗ്യവാനായ ഒരു മനുഷ്യനായിരുന്നു പ്രിയപ്പെട്ടവരെ നോഹ. ഈ ലോകം മുഴുവൻ പാപമ്ലേച്ഛതയിൽ മലിനപ്പെട്ട വേളയിൽ ആ പാപത്തിൻ്റെ പ്രത്യാഘാതത്താൽ ഭൂമി നശിച്ചു പോകുന്ന സാഹചര്യം വന്നപ്പോൾ, ആ പാപത്തിൻ്റെ പ്രത്യാഘാതത്താൽ ഭൂമി നശിച്ചു പോകുന്ന സാഹചര്യം വന്നപ്പോൾ അതാണ് സംഭവിച്ചത്. അവിടെ ദൈവം നശിപ്പിച്ചു എന്ന് പറയുന്നിടത്ത് ദൈവത്തെ ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കാൻ ഒരു ശ്രമമുണ്ട്. ദൈവം ഒരു ക്രൂരനായ വ്യക്തിയല്ല. ദൈവം ശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ച് എല്ലാവരെയും ശിക്ഷിക്കുന്ന ഒരു വിധിയാളുമല്ല. വിതച്ചത് കൊയ്യണമെന്നുള്ള പ്രകൃതി നിയമത്തിൻ്റെ ബാക്കിപത്രമായിരുന്നു അത്. പാപത്തെ പെരുപ്പിച്ച് പാപത്തിന് ജീവിതം അടിയറ വെച്ച് പാപത്തിൽ അന്തർലീനരായി പാപത്തിൽ മുഴുകിപ്പോയ മാനവകുലം ലോകം മുഴുവനെയും പാപത്തിൽ മുക്കിക്കളഞ്ഞപ്പോൾ അതിൻ്റെ പ്രത്യാഘാതമായിരുന്നു അത്. എന്നാൽ ദൈവം അവിടെ ഒരാളെ തിരഞ്ഞെടുക്കുകയാണ്, നോഹ. പെട്ടകം പണിയുവാൻ, ദൈവജനത്തിന് അല്ലെങ്കിൽ മാനവകുലത്തിന് ദൈവ സൃഷ്ടിക്ക് രക്ഷയൊരുക്കാൻ, പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളെയും പ്രകൃതി നശിച്ച ശേഷവും വീണ്ടും ഈ ഭൂമിയിൽ നിലനിർത്താൻ അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായത്. സർവനാശം വന്ന് സംഭവിക്കുമ്പോൾ സർവനാശത്തിലൂടെ തൻ്റെ സൃഷ്ടികുലം മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്നത് സഹിക്കവയ്യാത്തതുകൊണ്ട് ഇപ്രകാരം നഷ്ടപ്പെട്ടു പോകുന്ന സൃഷ്ടിജാലങ്ങളിൽ നിന്ന് വീണ്ടും പരമ്പരകളും തലമുറകളും ഉളവാകേണ്ടതിന് സകല ജീവജാലങ്ങളെയും മനുഷ്യമൃഗ വ്യത്യാസമന്യേ പെട്ടകത്തിനുള്ളിൽ സംരക്ഷിക്കുവാൻ ദൈവം പദ്ധതി ആവിഷ്കരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടേണ്ടത് രക്ഷയൊരുക്കിയ ദൈവത്തെക്കുറിച്ചാണ്, ശിക്ഷ നടപ്പാക്കിയ ദൈവത്തെക്കുറിച്ചല്ല. ശിക്ഷ എന്നുള്ളതൊരു പ്രകൃതി നിയമമാണ്. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. എന്നാൽ ഇപ്രകാരം ശിക്ഷിക്കപ്പെടേണ്ട വർഗത്തിൽ നിന്ന് ചിലതിനെ രക്ഷിച്ചെടുപ്പാനുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ, അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നാം വായിച്ചെടുക്കേണ്ടത്. ദൈവം അതിന് തിരഞ്ഞെടുത്തത് നോഹയെയാണ്. നോഹയോട് ദൈവം പറയുന്നുണ്ട്, നീ പെട്ടകം പണിയുക. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ നോഹയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സ്കെച്ചും പ്ലാനും അളവുമൊക്കെ ദൈവം അവനെ പഠിപ്പിക്കുന്നുണ്ട്. നോഹയെ അത് വളരെ മനോഹരമായി ചെയ്തു. ആ ഭാഗ്യവാനായ മനുഷ്യൻ ഇതിങ്ങനെ ചെയ്തെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പരിഹസിക്കപ്പെട്ടു.
ഭ്രാന്തനെന്ന് വിളിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, നീക്കി നിർത്തപ്പെട്ടു, ഒറ്റപ്പെട്ടു. പക്ഷേ ദൈവനിയോഗം വിട്ടുമാറിയില്ല. അതാണ് ഭാഗ്യം. ലോകത്ത് എന്തൊക്കെ സംഭവിക്കുമ്പോഴും ദൈവനിയോഗത്തിൽ നിന്ന് അണുവിട ഇടതോ വലതോ മാറാതെ ദൈവപദ്ധതിക്ക് തന്നെ സമ്പൂർണമായും സമർപ്പണം ചെയ്ത് ദൈവീക പദ്ധതിയിൽ വിലയം പ്രാപിക്കുന്ന മനുഷ്യനത്രേ ഭാഗ്യവാൻ. അതിന് തിരഞ്ഞെടുക്കപ്പെടുക, അത് മഹാഭാഗ്യമാണ്. അതിൻ്റെ പ്രതിഫലവും അദ്ദേഹം ആർജിച്ചല്ലോ. താനും തൻ്റെ കുടുംബവും ആ പെട്ടകത്തിൽ രക്ഷപ്പെട്ടപ്പോൾ പാപത്തിൻ്റെ തിരിച്ചടിയായി പ്രകൃതിയിലുള്ള സകലതും നശിച്ച് ഈ ഭൂമി നിർമൂലമായി പോകേണ്ട സാഹചര്യത്തിൽ സകല ജീവജാലങ്ങളുടെയും വംശപരമ്പരയെ തൻ്റെ കൈക്കീഴിൽ സംരക്ഷിക്കുവാൻ ഭാഗ്യം ലഭിച്ചു നോഹയ്ക്ക്. പിന്നെ ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നതൊരു മഹാഭാഗ്യമാണ്. ഇപ്രകാരം ദൈവം തിരഞ്ഞെടുത്ത മറ്റൊരു മനുഷ്യനാണ് എബ്രഹാം പിതാവ്. എബ്രഹാം പിതാവിനെക്കുറിച്ച് നമുക്കറിയാം, ഒരു ചരിത്രത്തെ നയിച്ചയാളാണ്. അതുവരെ എബ്രായർ ദേശാന്തരികളായ അരാമ്യരായി അലഞ്ഞു തിരിഞ്ഞ് നടന്നവർ, അഡ്രസ്സില്ലാത്തവർ. എന്നാൽ ദൈവം ഒരു വാഗ്ദത്തത്തിലൂടെ അവനെ വിളിച്ച് ഒരു പ്രത്യേക സമൂഹമായി വേർതിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനം അബ്രഹാമിലാണത് ആരംഭിക്കുന്നത്. അബ്രഹാം എന്ന മനുഷ്യനെ ദൈവം വിളിച്ചതിലൂടെ അവൻ്റെ ജീവിതത്തിലൊരു ഭാഗ്യമായി, അവൻ്റെ സന്തതി പരമ്പരയ്ക്കൊരു ഭാഗ്യമായി. അവൻ്റെ സന്തതി പരമ്പരകളിൽ ലോകരക്ഷിതാവ് പിറന്നതിനാൽ വലിയ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെട്ടു. നീ അനുഗ്രഹിക്കപ്പെടും, നീ പാർക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ സന്തതി മുഖാന്തിരം ഈ ഭൂമി, ഈ ലോകം അനുഗ്രഹിക്കപ്പെടുമെന്ന്. യേശുക്രിസ്തുവിൻ്റെ വംശാവലി പഠിച്ചാൽ അറിയാം, അബ്രഹാമിൻ്റെ സന്തതിയായവൻ കർത്താവായ യേശുക്രിസ്തു ഈ ലോകം മുഴുവൻ്റെയും ശാപം തീർത്തതിൻ്റെ അനുഗ്രഹത്തിന് കാരണഭൂതനായി തീർന്നു. അബ്രഹാം വലിയ ഭാഗ്യവാൻ. മത്തായി സുവിശേഷകൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എഴുതുമ്പോൾ അബ്രഹാം പിതാവിലാണത് ആരംഭിക്കുന്നത്. യേശുക്രിസ്തുവിൽ കൊണ്ടുവന്ന് പൂർത്തിയാക്കുകയാണ്. അബ്രഹാമിൻ്റെ സന്തതി എന്ന വലിയ വാഗ്ദത്തം ഇവിടെ യാഥാർത്ഥീകരിക്കപ്പെടുകയാണ്. അബ്രഹാം ഭാഗ്യവാനായതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നാൽ ഇവിടുത്തെ ചിന്ത അബ്രഹാം ദൈവത്താൽ വിളിക്കപ്പെട്ടതിനാൽ ഭാഗ്യവാനായി എന്നുള്ളതാണ്. സമകാലീനനായ മറ്റൊരാളെയാണ് ദൈവം വിളിച്ചിരുന്നതെങ്കിൽ ഈ ഭാഗ്യം അബ്രഹാമിൻ്റെ മേൽ വരില്ല. ഒരുപക്ഷെ അബ്രഹാം നിന്നതുപോലെ മറ്റൊരാൾ ദൈവത്തിനു വേണ്ടി ദൈവവിധേയനായി നിൽക്കില്ല എന്ന് ദൈവം അറിഞ്ഞിട്ടാകാം അബ്രഹാമിനെ തന്നെ വിളിച്ചത്. അപ്രകാരം വീണ്ടും വിളിക്കപ്പെട്ട ഒരു ഭാഗ്യവാനാണ് മോശെ. മിസ്രയീമിലെ അടിമ വീട്ടിൽ തൻ്റെ ജനത്തിൻ്റെ അതികഠിനമായ പീഡനം കണ്ട്, അവരുടെ കണ്ണുനീരും നിലവിളിയും കണ്ട് മനസ്സലിഞ്ഞ ദൈവം ആ അടിമ വീട്ടിൽ അടിമയായി പിറന്ന് രാജകൊട്ടാരത്തിൽ വളർത്തപ്പെട്ടവനെങ്കിലും മരുഭൂമിയിൽ ഇപ്പോൾ ആടുമേയ്ക്കുന്ന മോശയ്ക്ക് പ്രത്യക്ഷനായി അവനെ വിളിക്കുകയാണ്. ദൈവം ക്ഷണിക്കുകയാണ്, മോശെ നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് അവരുടെ സ്വന്തം അവകാശ ഭൂമിയായ കനാനിലേക്ക് അവരെ വഴി നടത്തണം. ഞാൻ നിങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത നാട്ടിലേക്ക്. മോശയെ ദൈവം തിരഞ്ഞെടുത്തു. മോശയെ തന്നെ ദൈവം തിരഞ്ഞെടുത്തതിന് കാരണങ്ങളുണ്ട്. മോശയെ ദൈവം അതിന് പ്രത്യേകം നിയോഗിച്ച് തിരഞ്ഞെടുത്തതാണ്. മിസ്രയീമിലെ അടിമ വീട്ടിൽ അടിമയായി പിറന്ന മോശയെ ഉടമയുടെ സ്ഥാനത്തേക്ക് വളർത്തിയെടുക്കാൻ ദൈവം ഒരുപാട് സാഹസപ്പെട്ടതാണ്. ഒരടിമക്കുഞ്ഞിന് ഒരിക്കലും വിദ്യാഭ്യാസം ലഭിക്കില്ലെന്നറിയാവുന്ന ദൈവം രാജകൊട്ടാരത്തിലാണ് അവനെ വളർത്താൻ ഏർപ്പാടാക്കിയത്. ഒരു രാജകുമാരന് ലഭിക്കുന്ന സകല പദവികളോടും കൂടെ വിദ്യാഭ്യാസം ചെയ്യാനും ജ്ഞാനം വളർത്താനും രാജതന്ത്രം പഠിക്കാനും ഭരണയന്ത്രം തിരിക്കേണ്ടത് എങ്ങനെയെന്ന് ബോധ്യപ്പെടാനുമൊക്കെ കൊട്ടാരവാസം അവനെ സഹായിച്ചു. അതാണ് പിന്നീട് ദീർഘമായ 40 ആണ്ട് ഇസ്രായേലിനെ നയിച്ചപ്പോൾ മോശയ്ക്ക് പിഴവ് പറ്റാതിരിക്കാൻ കാരണം. ദൈവം തിരഞ്ഞെടുത്തതാണ് മോശയെ.
ഈ തിരഞ്ഞെടുപ്പാണ് ഭാഗ്യമായി തീർന്നത്. അതുപോലെ നാം വീണ്ടും പഠിച്ചാൽ പുതിയ നിയമത്തിലെത്തുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. ഒരുപാട് പേർ യേശുവിൻ്റെ ശിഷ്യരാകാൻ വന്നിരുന്നു, അനുയായികളുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് 12 പേരെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുക്കുകയാണ്. അവരൊക്കെ വലിയ ഭാഗ്യവാന്മാർ. ഈ 12 സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ അവർ ന്യായം വിധിക്കുമെന്നാണ് കർത്താവ് അവരോട് പറഞ്ഞത്. അത്ര ഉന്നതസ്ഥാനീയരായിട്ടാണ് അവർ വിളിക്കപ്പെട്ടത്. അവരിൽ പലരും അക്ഷരജ്ഞാനമില്ലാത്തവരാണ്. പാവപ്പെട്ട മുക്കുവന്മാരോ കൂലിവേലക്കാരോ ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിച്ച് പാപി എന്ന് മുദ്ര ചാർത്തപ്പെട്ടവരോ വിപ്ലവകാരായി അറിയപ്പെട്ടവരോ അതുമല്ലെങ്കിൽ സാധു സന്യാസികളോ ഒക്കെ ആയിരുന്നു. സമൂഹത്തിൽ ഔന്നത്യം പേറിയിരുന്ന ആരെയും കർത്താവ് തിരഞ്ഞെടുത്തില്ല എന്ന് നാം കാണുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലെല്ലാം സാധുക്കളെ തിരഞ്ഞെടുക്കുന്ന ഒരു ശീലം വായിച്ചെടുക്കാൻ പറ്റും. അതെന്താണ് ദൈവം അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ, സാധുക്കൾ എന്നും സാധുക്കളായിരിക്കും. അവർ ദൈവഹിതം നിവർത്തീകരിപ്പാൻ മനഃപൂർവ്വം അധ്വാനിക്കും. സ്വയം എന്തെങ്കിലും ആകാൻ ശ്രമിക്കില്ല. എന്നാൽ ഒരു അഹങ്കാരിയെ തിരഞ്ഞെടുത്താലുള്ള കുഴപ്പം നേരെ തിരിച്ചാണ്. അവർ ലഭിക്കുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് സ്വയം എന്തെങ്കിലും ആയിത്തീരാൻ ശ്രമിക്കും. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അപ്രകാരം വളരെ സൂക്ഷ്മതയുള്ള തിരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളാകാൻ അവർ മത്സരിച്ചത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കാനും ഓടാനും ദൈവരാജ്യം കെട്ടിപ്പടുക്കാനും അവർ സ്വയം മറന്ന് അധ്വാനിച്ചത്. ദൈവമക്കളെ, ഇപ്രകാരം ഒരു വിളിയും തിരഞ്ഞെടുപ്പും നമുക്കും നൽകപ്പെട്ടിട്ടുണ്ട്. നാം ആ പരമബോധ്യത്തിലേക്ക് തിരിച്ചെത്തേണ്ടിയിരിക്കുന്നു. ഇന്ന് ലോകപ്രകാരം ജീവിച്ച് ലോകയിമ്പങ്ങളിൽ മുഴുകി ലൗകിക മനുഷ്യരായി കാലം പോക്കുന്ന ദൈവമക്കളെ ദൈവം നമ്മളെ പ്രത്യേക നിയോഗങ്ങൾ വെച്ച് തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ടാണ് നമുക്ക് മാമോദീസ തന്നത്. അതുകൊണ്ടാണ് അവൻ നമ്മുടെ മേൽ മുദ്ര ചാർത്തിയത്. അതുകൊണ്ടാണ് അവൻ നമ്മുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ചത്. അതുകൊണ്ടാണ് അവൻ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയത്. അതുകൊണ്ട് നാം നമ്മുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചിന്തിക്കണം. ഈ ഭാഗ്യവാന്മാരെല്ലാം ഭാഗ്യവാന്മാരായത് ദൈവീക തിരഞ്ഞെടുപ്പിന് അവർ സ്വയം സമർപ്പിച്ചതുകൊണ്ടാണ്. എന്നാൽ ദൈവത്തെ ഉപയോഗിച്ച് ലോകത്ത് പരമാവധി ആനന്ദകരമായി ജീവിക്കുക, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തമസ്കരിച്ച് ദൈവത്തെപ്പോലും മറക്കുക, ഇത് ആശാസ്യമായ ഒരു നടപടിയല്ല. അത് ജീവിതത്തിൽ പരിശോധിക്കപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതുമായ ഒരു കാര്യമാണ്. ഒപ്പം പറഞ്ഞല്ലോ ഇതിൻ്റെ ക്ലൈമാക്സ്. 84-ാം സങ്കീർത്തകൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭൗതികമായ ആലയം എന്ന് മാത്രം ഇവിടെ വായിച്ചെടുക്കരുത്. യെരൂശലേം ദൈവാലയത്തിൻ്റെ മഹാവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിങ്കൽ ദൈവത്തിൻ്റെ ആവാസം സദാസമയവും ഉണ്ടെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. ദാവീദ് മഹാരാജാവ് അതിൻ്റെ വെളിച്ചത്തിലാണ് പാടിയത്, ദൈവമേ, തിരുസാന്നിധ്യത്തിൽ, തിരുനിവാസത്തിൻ്റെ മുമ്പിൽ, അവിടുത്തെ കൺമുമ്പിൽ, അവിടുത്തെ ചിറകിൻ്റെ നിഴലിൽ, അവിടുത്തെ ആലയത്തിൽ സദാ ഇപ്പോഴും ഇരിക്കുന്നത് ഭാഗ്യം. അങ്ങനെ ഇരിക്കുവാൻ വിളിക്കപ്പെട്ടവരൊക്കെ ഭാഗ്യവാന്മാർ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് ആത്മീകമായി ഇതിൻ്റെ വ്യാഖ്യാനമെടുത്താൽ സ്വർഗത്തിൽ തന്നെ നിത്യസിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന അത്ഭുതവാനായ ദൈവത്തിൻ്റെ ആ മുഖകാന്തിക്ക് മുമ്പിൽ അവൻ്റെ ദർശനം പ്രാപിച്ച് അവനെ ആരാധിച്ച് അവൻ്റെ സ്വർഗീയ ആലയത്തിൽ അവനോടുകൂടെ നിത്യകാലമിരിപ്പാൻ വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഈ മഹാഭാഗ്യത്തിന് വിളിക്കപ്പെട്ടവരല്ലേ നമ്മളെല്ലാവരും. ഒരു പാപിയെപ്പോലും നഷ്ടപ്പെടുത്തിക്കളയാതെ, നരകത്തിൽ തള്ളിക്കളയാതെ, തൻ്റെ ക്രൂശിലെ യാഗത്താൽ വീണ്ടെടുത്ത് തൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി നിർമ്മലരാക്കി, അവർ അന്നോളം ചെയ്ത സകല പാപങ്ങൾക്കും താൻ പ്രായശ്ചിത്തമായി അവരുടെ പാപം അവരിൽ നിന്ന് നീക്കി അവരെ പരിപൂർണ വിശുദ്ധരാക്കി തന്നോടുകൂടെ നിത്യതയിൽ തൻ്റെ ആലയത്തിന് അലങ്കാരമാക്കാൻ ദൈവമായ കർത്താവ് നിർണയം ചെയ്ത് വിളിച്ചവരും വിളിക്കപ്പെട്ടവരുമാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കാൻ ഭാഗ്യം ലഭിച്ചവരുമായ സകലരും ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ.
ഈ മഹാഭാഗ്യത്തിന് ഞാനും നിങ്ങളും അർഹരായി തീർന്നിട്ടുണ്ടോ എന്ന് വിശദമായി വിശകലനം ചെയ്ത് പരിശോധിപ്പാൻ ഈ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്ന വേള നമുക്ക് വിവേകമുദിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ലോകജീവിതം താൽക്കാലികമാണ്. ഈ ലോകം തന്നെ നശ്വരമാണ്. ഇവിടുത്തെ സുഖഭോഗങ്ങളൊക്കെ താൽക്കാലികമാണ്. ഇവിടെ തീരുന്നതല്ല ജീവിതം. ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ട്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിലായിരിക്കണം മനസ്സുറപ്പിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഒരുങ്ങേണ്ടത്. അത് പ്രാപിപ്പാനാണ് ഓടേണ്ടത്. അതുകൊണ്ട് ഭാഗ്യവാന്മാരാകാൻ, ഭാഗ്യവതികളാകാൻ ഈ സന്ദേശത്തിലൂടെ നമുക്ക് ഒരുങ്ങാം. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർ ചിന്തകൾ പിന്നാലെ പങ്കുവയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വിലപ്പെട്ട സന്ദേശത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുന്ന് വിളിച്ചവരും വേർതിരിച്ചവരും അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ അവസരം കിട്ടിയവരുമൊക്കെ ഭാഗ്യവാന്മാരാണെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ലോകപ്രകാരം ഞങ്ങൾ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നവരാരുമല്ലല്ലോ. അവിടുന്ന് പ്രത്യേകം വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തവരും അവിടുത്തെ ആലയത്തിൽ നിത്യം വസിപ്പാൻ അവസരം ലഭിച്ചവരുമല്ലോ ഭാഗ്യവാന്മാർ. ആ മഹാഭാഗ്യത്തിൻ്റെ ഉടമകളും അവകാശികളുമായി ഞങ്ങൾ തീരുവാൻ ഞങ്ങൾക്കും ഭാഗ്യം തരുമാറാകണമെന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, സ്വന്തമാക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവ് മഹത്വം എടുക്കണം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.